സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഒരു ബഹളവും അവിടെ ഉണ്ടായില്ല. ഇന്നലെ ഞങ്ങൾ യോഗം കൂടിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഓരോ പാർട്ടിയും പ്രത്യേകം ചർച്ച ചെയ്ത് അടുത്തുകൂടുന്ന LDF യോഗത്തിൽ ചർച്ച ചെയ്ത് പൊതു തീരുമാനമെടുക്കാമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 14 ജില്ലാ പ്രസിഡന്റുമാരും ഓരോ ജില്ലയിലുമുണ്ടായ കാര്യങ്ങളും പരാജയത്തിനിടയായ സാഹചര്യങ്ങൾ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം കൂടെ നടത്തുകയുണ്ടായി. അതിനിടയിൽ ഒരു ജില്ലാ പ്രസിഡന്റ് മാത്രമാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പുതിയ ചർച്ചയ്ക്ക് സാധ്യതയുണ്ടാകുന്നത് നല്ലതാണ് എന്ന ഒരഭിപ്രായ പ്രകടനം അവിടെ നടത്തിയത്. അത് തികച്ചും സ്വാഭാവികമാണ്. മറ്റൊരാളും അവിടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ബോംബെയിൽ ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് എന്നെയും തോമസിനെയും PC ചാക്കോയും വിളിപ്പിച്ചിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തന്നെയാണ് അദ്ദേഹം ഞങ്ങളെ വിളിപ്പിച്ചത്. അവിടെ വെച്ച് അദ്ദേഹം MLA-മാർ അവരവരുടെ മണ്ഡലത്തിൽ വിജയം ഉറപ്പുവരുത്താൻ ആവശ്യമായ ശ്രമങ്ങളിൽ ഇപ്പോഴേ ഏർപ്പെടേണ്ടതിൻ്റെ അനിവാര്യത ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് സംസ്ഥാന പ്രസിഡന്റ് യോഗത്തെ അറിയിക്കുകയും അത് സംബന്ധിച്ചും വലിയ ചർച്ചകളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. എന്നാൽ 2-3 മെമ്പർമാർ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രവർത്തനം വേണ്ടത്ര തൃപ്തികരമല്ല എന്നും ഒരു നേതൃമാറ്റം ആവശ്യമാണ് എന്ന് ഉന്നയിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ച ചില പദപ്രയോഗങ്ങൾ സംബന്ധിച്ച് അവിടെ ചില തർക്കങ്ങളുണ്ടായി എന്നുള്ളത് സത്യമാണ്. ഇതാണ് ഇന്നലെ അവിടെ നടന്നത്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഞങ്ങൾ എത്തിച്ചേർന്ന നിഗമനം മറ്റു പാർട്ടികൾ ഏതാണ്ട് പുറപ്പെടുവിച്ച അഭിപ്രായങ്ങളോട് സമാനമെന്ന് തന്നെയാണ്. അതിലൊരു ചെറിയ വ്യത്യാസം, ഒരു കാരണം കൊണ്ട് മാത്രം ഒരിടത്തും ഒരു സ്ഥാനാർത്ഥിയും തോറ്റിട്ടില്ല. ഉദാഹരണത്തിന് എലത്തൂരിൽ നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ചേളന്നൂരിൽ ഞങ്ങൾ ജയിച്ചു. എന്നാൽ പരമ്പരാഗതമായി ജയിച്ചുകൊണ്ടിരുന്ന മറ്റ് പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു കാരണമാണെങ്കിൽ ഈ ജില്ലയിലെയും സംസ്ഥാനത്തെയും പൊതുസ്ഥിതി അതാണ്. പല കാരണങ്ങളാലാണ്. അതേസമയത്ത് ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി വിലയിരുത്തുകയുണ്ടായി. മുന്നണിയിലെ ഘടകകക്ഷികൾ ആരായിരുന്നാലും ആ ഘടകകക്ഷികൾ അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. എന്നാൽ ചില ഘട്ടങ്ങളിൽ അതിൽ നിന്നും വ്യത്യസ്തമായ ചില നിലപാടുകൾ, പ്രവണതകൾ ഉണ്ടായി എന്നത് നമ്മുടെ മുന്നണിക്ക് ഭൂഷണമല്ല എന്ന നിഗമനത്തിനും എത്തിച്ചേരുകയുണ്ടായി. ഇതാണ് ഇന്നലെ സംഭവിച്ചൊരു കാര്യം. ഇപ്പോൾ സീറ്റ് സംബന്ധിച്ചും സ്ഥാനാർത്ഥി സംബന്ധിച്ചും എല്ലാ പാർട്ടികളും നിർദ്ദേശം നൽകുന്നത് പോലെ ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങളോട് വിജയം ഉറപ്പുവരുത്താൻ ആവശ്യമായ ശ്രമങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു സൂചനയായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമെന്നല്ലാതെ ഇനി ഈ നിർദ്ദേശം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ വെക്കേണ്ടതുണ്ട്. പാർട്ടിയുടെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ വെച്ച് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കേണ്ടത്. അപ്പോൾ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അന്തിമ രൂപം എത്തണമെങ്കിൽ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇത് പറഞ്ഞത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു എന്ന അർത്ഥത്തിൽ വന്നത് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഇങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷേ അങ്ങനെ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ എക്സിക്യൂട്ടീവ് പൊതുവെ ചർച്ച ചെയ്തപ്പോൾ ഒരാൾ മാത്രമാണ് എലത്തൂരിലൊരു മാറ്റം ഉണ്ടായിക്കൂടെ എന്ന് നിർദ്ദേശിച്ചത്. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം ഇതാണ്, ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു തീരുമാനം ഇപ്പോൾ എടുക്കാൻ സാധ്യമല്ല എന്നുള്ള നിലപാട് ഞങ്ങളുടെ പാർട്ടി സ്വീകരിച്ചത്. അതായത് ദേശീയ നേതൃത്വത്തിൻ്റെ താല്പര്യം നിലവിലുള്ള MLA-മാർ മത്സരിക്കണമെന്ന് തന്നെയാണല്ലേ? അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഞങ്ങളോട് പറഞ്ഞത് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി നടത്തണം. അത് LDF ജയിക്കാനാണ്, അല്ലാണ്ട് AK ശശീന്ദ്രൻ ജയിക്കാനോ
വേറൊരാൾ തോക്കാനൊന്നുമില്ല. LDF സ്ഥാനാർത്ഥികൾ ആണ് ഞങ്ങൾ, LDF MLA മാർ. ഇപ്പോൾ 190 മണ്ഡലങ്ങളിലെ MLA മാർ, 99 മണ്ഡലങ്ങളിലെ MLA മാർ അങ്ങനെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റ് വരെ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന ലക്ഷ്യത്തിലേക്ക് ഈ മുന്നണിയെ എത്തിക്കാനുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ആ നിർദ്ദേശം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ആ നിർദ്ദേശം ലഭിക്കുമ്പോൾ സ്വാഭാവികമായും നേതൃത്വത്തിൻ്റെ മനസ്സിൽ കൂടുതൽ താല്പര്യങ്ങളുണ്ടായി എന്ന് പറയുകയോ പറയാതില്ല. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതാണ് ഉണ്ടായത്. ഈ ഉണ്ടായ കാര്യം അതിൻ്റെ പച്ച മലയാളത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. അത് തെറ്റായ റിപ്പോർട്ടാണ്. ഒരു തർക്കവും ഇവിടെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, 14 ജില്ലാ പ്രസിഡന്റുമാർ സംസാരിച്ചപ്പോൾ അതൊക്കെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ തീരുമാനിക്കേണ്ടതാണ് എന്ന അഭിപ്രായ പ്രകടനം നടത്തിയിട്ടത് കേരളത്തിലെ പ്രവർത്തകന്മാരുടെ ഇടയിലുള്ള പൊതു അഭിപ്രായമാണ്. ഈ 2-3 സീറ്റുകളിലും മത്സരിക്കുന്ന കാര്യത്തിൽ പ്രാദേശിക തല ചർച്ച അനാവശ്യവും ഒഴിവാക്കപ്പെടേണ്ടതുമാണ്. ഇവരാണ് തീരുമാനിക്കേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എലത്തൂരിൽ എനിക്കല്ല, LDFന് നല്ല വിജയപ്രതീക്ഷയുണ്ട്. LDF സ്ഥാനാർത്ഥി അവിടെ കഴിഞ്ഞ തവണ ജയിച്ചതുപോലെ തന്നെ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതേസമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാർ മത്സരിക്കുന്ന നിയോജകമണ്ഡലങ്ങളിൽ പലതിനും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇപ്പോൾ താഴോട്ട് പോയിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം നിലവിലുള്ള MLA മാർക്കും മന്ത്രിമാർക്കും ഉണ്ട് എന്ന് അദ്ദേഹവും ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആരായിരുന്നാലും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അതാത് പാർട്ടികൾ നൽകുന്ന നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുക എന്നതാണ് നമ്മുടെ കടമ. സ്ഥാനാർത്ഥിത്വവും സീറ്റുമൊക്കെ മുന്നണിയാണ് പ്രഖ്യാപിക്കുക. ഇതിന് എലത്തൂരിലൊക്കെ പുതിയ സ്ഥാനാർത്ഥി വേണം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇവിടുത്തെ NCP ജില്ലാ നേതൃത്വമൊക്കെ. അപ്പോൾ അവരൊക്കെ അവഗണിച്ചിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക? അല്ല, ആരെയും അവഗണിക്കില്ല. എല്ലാവരും അവഗണന നിർദ്ദേശങ്ങൾ പരിഗണിച്ചല്ലേ തീരുമാനമെടുക്കുള്ളൂ. ഇപ്പോൾ ഇപ്പോഴും ഇവിടെ നിങ്ങൾ ഇത്രയും പേരുണ്ട്. നിങ്ങളുടെ ഒരാളെ അഭിപ്രായമല്ലല്ലോ സ്വീകരിക്കുക, നിങ്ങളുടെ പൊതു അഭിപ്രായമല്ലേ സ്വീകരിക്കുക. പാർട്ടിയായാലും ഇത് സംവിധാനമായാലും ചർച്ച നടത്തി പൊതുവായി എത്തുന്ന നിഗമനവും കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശവും എല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും അന്തിമമായ തീരുമാനമെടുക്കുക. സംസ്ഥാന നേതൃയോഗത്തിൽ കയ്യാങ്കളിയിലേക്ക് വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായി. താങ്കൾ കേട്ടില്ലേ? ഞങ്ങൾ വന്നു. ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഒരു മെമ്പർ ഒഴിച്ച് വേറെ ആരും ഒരു സംശയവും ഉന്നയിച്ചിട്ടില്ല. സംശയമല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. എന്നാൽ നേതൃത്വ മാറ്റവുമായി ബന്ധപ്പെട്ട് 2ാം ഘട്ടത്തിൽ ഒരു ചർച്ച നടന്നപ്പോൾ 1-2 പേരുടെ പെരുമാറ്റം, സംഭാഷണമല്ല, അഭിപ്രായമല്ല, പെരുമാറ്റം മോശപ്പെട്ട രീതിയിലായിരുന്നു. തുടർന്നുണ്ടായ ഒരു സംഘർഷം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, നേരിയ തോതിൽ. അത് പെട്ടെന്ന് നേതാക്കന്മാരെ കടമിട്ട് പറയുകയും യോഗം പതിവ് പോലെ തുടരുകയും ആ പ്രശ്നം അവസാനിപ്പിച്ച് 2 മണിക്കൂർ നേരം യോഗം സമാധാനമായി നടത്തിയതിന് ശേഷമാണ് 5:30 മണിക്കാണ് യോഗം പിരിഞ്ഞത്. കഴിഞ്ഞ തവണ പാർട്ടിക്കുള്ളിൽ നിന്ന് ഇത്തരത്തിൽ വിമർശനങ്ങൾ വന്നപ്പോഴേക്കും 5 വർഷം പൂർത്തിയാകും, അതിനുശേഷം മാറി നിൽക്കാമെന്നൊരു ധാരണ താങ്കളുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. ഇത്തവണയും എലത്തൂരിലേക്ക് വരുമ്പോഴേക്കും ആ ഒരു അങ്ങനെ ഞാൻ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയെന്ന് ഞാൻ മാറി നിൽക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഞാൻ നിൽക്കുമെന്ന് നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞു. ഞാൻ എലത്തൂരിൽ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ല, അത് ഞാൻ പറയും. എൻ്റെ നിലപാടെന്താണ്? ഏത് കാര്യത്തിൽ വന്നപ്പോൾ നേരത്തെ നോക്കുക, പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനം അനുസരിക്കുന്ന അച്ചടക്കമുള്ളൊരു പ്രവർത്തകനായാണ് ഞാൻ ഈ സമയം വരെ തുടർന്നിട്ടുള്ളത്. നാളെയും അത് തന്നെയായിരിക്കും. കേന്ദ്ര നേതൃത്വം സിറ്റിംഗ് MLA-മാർ മത്സരിക്കട്ടെ എന്നുള്ള നിലപാടിലാണല്ലോ ഉള്ളത്. അല്ല, അത് വരട്ടെ. അവർ ഈ പറഞ്ഞതിനെ നിങ്ങൾ പറഞ്ഞ പോലെ വ്യാഖ്യാനിക്കാന്നില്ല. എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, LDF-ലെ MLA-മാരോട് മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്, അതാത് മണ്ഡലത്തിൽ ജയിക്കാനാവശ്യമായ തീവ്ര പദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകുന്നതിനൊക്കെ നല്ല ശ്രദ്ധ വേണം തന്നെയാണ്. കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കണമെന്നാണ്. ആ നിർദ്ദേശത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതായിട്ട് കണക്കാക്കുന്നത് നിങ്ങളുടെ ഭാവനയാണ്. ആ ഭാവനയ്ക്ക് ഞങ്ങളാരും ഉത്തരവാദിയല്ല. ഈ സംസ്ഥാന അധ്യക്ഷനെ മാറ്റണമെന്നൊരു വിഭാഗം എപ്പോഴും 1-2 പേര് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ആവശ്യപ്പെട്ടപ്പോൾ ഉപയോഗിച്ച ചില പ്രയോഗങ്ങൾ അത് ഒരു യോഗത്തിൻ്റെ മര്യാദക്ക് നിരക്കുന്നതായിരുന്നില്ല എന്നതുകൊണ്ട് മാത്രമുണ്ടായ ഒരു താക്കീതും തിരുത്തലുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന അധ്യക്ഷനും MLA-യും ഒരാളാവുന്നത് ശരിയാണോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവമുണ്ട്. അങ്ങനെ ഒരു സംഭവം NCP-യുടെ മുമ്പിലില്ല. സംസ്ഥാന പ്രസിഡന്റും MLA-യും
അല്ല MLA ഒരാളാകുന്നത് മുമ്പ് ഒരുപാട് സമയത്തുണ്ടായിട്ടുണ്ട്, ഇപ്പോൾ മാത്രമല്ല. ഇപ്പോൾ കേരള കോൺഗ്രസിലെ സംസ്ഥാന പ്രസിഡന്റ് ആരാ? കേരള കോൺഗ്രസ് ജനതാദൾ എസ്സിലെ പ്രസിഡന്റ് ആരാ? MLA ആരാ? പ്രസിഡൻറ്റും MLA-യും പാർലമെൻ്ററി പാർട്ടി ലീഡറും മാത്യു ടി തോമസാണ്. അപ്പോൾ ഇപ്പോൾ മാത്രം അവർ ചോദ്യം വരുന്നില്ല എന്നർത്ഥം. ഇതൊക്കെ അതൊരു തെറ്റല്ല. അല്ലല്ല, ചെറിയ പാർട്ടികൾക്ക് അങ്ങനെയൊക്കെ വേണ്ടി വരും. വലിയൊരു 10ഉം 50ഉം MLA-മാരും മന്ത്രിമാരുമുള്ളൊരു പാർട്ടി ആലോചിക്കുന്ന പോലെ 4ഉം 5ഉം സീറ്റും MLA-മാരുമുള്ള പാർട്ടികൾക്ക് ആലോചിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതൊരു ആ കമ്പാരിസൺ തന്നെ യുക്തിക്ക് നിരക്കുന്ന കമ്പാരിസണാണ്. ശരി.